നമസ്കാരം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ സമർപ്പിക്കുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി എന്ത് എനർജിയാണ് ഇപ്പോൾ എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി ഉള്ളത്? ഓക്കെ, അപ്പോൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് ഏഞ്ചൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. പ്രധാന ദൂതൻ മിഖായലിൻ്റെ ശക്തിയെ അട്രാക്റ്റ് ചെയ്യുന്നു. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് എന്ത് മെസ്സേജാണ് ഈ റിലേഷനുമായി ബന്ധപ്പെട്ട് നൽകുന്നത്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്? ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവസാനിപ്പിക്കുക, ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ടുള്ള ആ ഒരു പെയിൻ സിറ്റുവേഷനെ അവസാനിപ്പിക്കുക. ഈ രണ്ടൊരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒന്നുകിൽ ഈ റിലേഷൻഷിപ്പിനെ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ആ സിറ്റുവേഷനെ അവസാനിപ്പിച്ച് ഇനി ഒന്നേന്ന് പറഞ്ഞ് ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതിന് പ്രപഞ്ചം നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസിലൂടെ കടന്നു പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരസ്പരം ധാരണ വരുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, രണ്ട് വ്യക്തികൾ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം ലഭിക്കുകയുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴുള്ള സിറ്റുവേഷനെയെല്ലാം വളരെ സ്നേഹത്തോടും ശാന്തമായും കൈകാര്യം ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നു. റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതിന് പ്രപഞ്ചശക്തി മിഖായൽ, നമ്മുടെ പ്രധാന ദൂതൻ മിഖായൽ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് റീകൺസിഡറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനെ നേരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, വീണ്ടും അത് റിലേഷൻഷിപ്പിനെ വളരെ സമാധാനത്തിലും സന്തോഷത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഓക്കെ, അത് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. ഇല്ല, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, രണ്ടുപേർക്കും രണ്ട് ദിശയിലാണ് ചിന്താഗതി എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ റീഡിങ് സഹായിക്കുമെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക.